ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരായ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഭേഷണം സഹാരവർഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ. സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. രുക്മിണി മോഹൻ, ജഗദമ്മ, ശുഭകുമാരി, അവിക, ബിജി ബിജു, രാധാ ശിവാനന്ദൻ, നിർമ്മല രമേഷ്, ഗീതാ നായർ, നിർമ്മല പവിത്രൻ, ജയ അനിൽ, ജയശ്രീ ബാബു, ശ്രീല, ഇത്രയും മക്കളുടെ പേരെനിക്ക് കിട്ടി. ഇതിൽ എന്നെ വിളിക്കുന്ന മക്കളുണ്ട്. അതായത് ജഗദമ്മ, രാധാ ശിവാനന്ദൻ, നിർമ്മല പവിത്രൻ, ഇങ്ങനെ ശ്രീല, ജയ അനിൽ, ഇവരുടെയൊക്കെ ഭക്തി പ്രേമമാകുന്ന വലിയ 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 ഭക്തി. അവർക്കൊക്കെ ഭക്തി മൂത്ത മക്കളാണ്. കാരണം അവർ വിളിക്കുമ്പോൾ എനിക്കറിയാം അവരുടെ ഓരോ കമൻസുകൾ. ജഗദമ്മ അങ്ങനെയുള്ള അവരൊക്കെ ഭക്തിക്ക് അങ്ങേയറ്റത്തും മിടുക്കരാ. എനിക്ക് പോലും അത്ര ഭക്തിയില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം അവരുടെ ഓരോ വാക്കുകളും അവരുടെ ഓരോ വചനങ്ങളൊക്കെ ഇങ്ങോട്ട് എനിക്ക് വിളിക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ജയാനിൽ ബോംബെയിൽ നിന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്രീല വിളിക്കാറുണ്ട്. പിന്നെ ജഗദമ്മ വിളിക്കാറുണ്ട്. നിർമ്മല പവിത്രനും ഇങ്ങനെ. പിന്നെ ആരാ, പിന്നെ വേറെ ഉണ്ട് മക്കളൊക്കെ. ഇപ്പോൾ ഈ പേര് ഇട്ട മക്കൾ ഇത്ര പേരാ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഭാഗവതം കണ്ട മക്കളുടെ പേര് വേറെ മക്കളുണ്ട്. പ്രസന്നയൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അത് വിളിക്കത്തേ ഉള്ളൂ, കമൻസ് ഇല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കും എത്രയോ ഭക്തി അവർക്ക് മൂത്തിരിക്കുകയാണെന്ന്. അങ്ങനെയുള്ള മക്കൾക്ക് എല്ലാവരും അങ്ങനെ ആകണം. ഗീതാ നായരും അതുപോലെ തന്നെയാണ് എല്ലാവരും. അതുകൊണ്ട് വളരെ വളരെ, കാരണം എല്ലാവർക്കും പല അളവിലാണ്. അത് ഇത്തിരി കൂടുതലുണ്ട് ഈ പറഞ്ഞ മക്കൾക്കൊക്കെ. അവർ കൂടെ കൂടെ എന്നെ വിളിക്കുകയും ചെയ്യും. ബിജി ബിജുവും വിളിക്കും. ഇതിനകത്ത് ബിജി ബിജു ഇതിലുണ്ട്. അങ്ങനെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാത്ത മക്കൾക്ക് കുറച്ച് കൂടി വരണം. ഭക്തി വർദ്ധിച്ച് വരണം. നല്ല പ്രേമമാകുന്ന ഭക്തി വന്നാലേ നമുക്ക് നമ്മുടെ ഭാവന പോലെ ഭവിക്കത്തുള്ളൂ. ഒരു സിദ്ധി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ തന്നെ അങ്ങനെ ആകുന്നതാണ്. നമ്മളൊരു യഥാർത്ഥ ദൈവപൈതൽ, യഥാർത്ഥ ഒരു ഭഗവാന്റെ ഭക്തയായി മാറുമ്പോഴാണ് എന്താണ് നമ്മൾ ഭാവിക്കുന്നത് അത് ഭവിക്കും. നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം, നമ്മളൊന്നും ഭഗവാനോട് ചോദിക്കണം. നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിച്ചാൽ മതി, നമുക്ക് ഭവിച്ചിരിക്കും. അതാണ് യോഗവും സിദ്ധി എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇതല്ല. അത് ഭക്തി കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി കീർത്തനങ്ങൾ ചൊല്ലാം. കാരണം കലിയുഗത്തിൽ വളരെ വളരെ ആരാധനകൾ വേണം. ഭഗവാനോട് ഇഷ്ടം പോലെ നമ്മൾ നാമങ്ങൾ ചൊല്ലുകയും വേണം. ഭഗവാന്റെ ഈ ഇത് ഭാഗവത പാരായണങ്ങൾ കേൾക്കുകയും അത് വായിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഈശ്വരന് നമ്മൾ പ്രേമമാകുന്ന ഒരു കരുണ ഇങ്ങോട്ടും വരണമല്ലോ. ഭഗവാനിൽ നിന്ന് നമുക്കും കാരുണ്യം ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നാമം ചൊല്ലാം, എന്നിട്ട് ഭാഗവതം പിന്നെ കണ്ടു വായിക്കാം. നമുക്ക് ഹരിനാമ കീർത്തനം ചൊല്ലാം. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യരൂപ ഹരിനാരായണായ നമ.
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമുണ്ടാവതല്ല മമ പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവ അത് തോന്നായിക വേണം ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഹരിനാമ കീർത്തന ഉദുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തി വർധന ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാതിഹീനനദി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ പച്ചക്കിളി പവിഴപാൽ വർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോദനാഥ ഹരി നാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റീടുവന്നവനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവാമ്പോരു ഭാഷ ഹരി നാരായണായ നമ നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരി നാരായണായ നമ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്ര
സാധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക. ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമ്മളിവിടെ ഇന്ദ്രദർപ്പഹരണം, ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ഹനിക്കുകയായിരുന്നു ഇവിടെ. അതാ ഇന്ദ്രദർപ്പഹരണം, ഹരണം ഇല്ലാതാക്കുക, ദർപ്പം അഹങ്കാരം. ഇന്ദ്രൻ ദേവേന്ദ്രൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്ദ്രന് ദർപ്പം ഉണ്ടായി, അഹങ്കാരം ഉണ്ടായി. ആ അഹങ്കാരത്തെ ഭഗവാൻ കൃഷ്ണൻ നാരായണൻ അത് മാറ്റുന്ന, അതാണ് ഇതിൽ നമ്മൾ വായിക്കുന്നത്. കാരണം ഭഗവാൻ ഇവിടെ പിതാവായ നന്ദഗോപർക്ക് യാഗം ഇന്ദ്രന് കഴിക്കേണ്ട അത് ശരിയാണെന്ന് തോന്നുന്നില്ല അച്ഛാ. നമുക്ക് നമ്മുടെ ഗോവർദ്ധന പർവ്വതമല്ലേ നമുക്ക് എല്ലാം തരുന്നത്, പശുക്കൾക്ക് പുല്ലും വേണ്ടുന്ന നമുക്ക് സസ്യങ്ങളും എല്ലാം തരുന്നത് ഈ പർവ്വതത്തിൽ എവിടെ നിന്നല്ലേ. അപ്പോൾ നമുക്ക് ആ പർവ്വതത്തെ പൂജിക്കാം. കാരണം എന്താ ഭഗവാൻ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നത്? ലോകം മൊത്തവും ഭഗവാൻ പരമാത്മാവ് നിറഞ്ഞിരിപ്പുണ്ട്, എവിടെ വേണമെങ്കിലും നമുക്ക് പൂജിക്കാം. അവരവരുടെ സ്ഥാനത്ത് തന്നെ അവരവർക്ക് പൂജിക്കാം. അവരവരുടെ അപ്പോൾ നമുക്കൊരു ഗ്രാമത്തിൽ അവിടെ ഒരു അമ്പലം വെച്ച് പൂജിക്കുന്നു. നമ്മളെല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ, മുക്കിന് എല്ലാ അമ്പലങ്ങളാണ്. കാരണം എന്താ? അവരവർക്ക് അവരവരുടേതായ നാട്ടിൽ തന്നെ ഓരോ പൂജകൾ. അപ്പോൾ അത് പഠിപ്പിക്കുന്നതാണ് ഭഗവാൻ. കുഞ്ഞാണെങ്കിലും അച്ഛനത് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ദ്രന് യാഗം കഴിച്ചിട്ട് യാതൊരു ഫലവുമില്ല അച്ഛാ. ഇന്ദ്രന് പോലും ഇന്ദ്രൻ്റെ കാര്യം നോക്കാൻ അറിയില്ല. അങ്ങാർക്ക് ആഗ്രഹം തീർന്നിട്ട് ഒരു കാര്യവും നടക്കത്തില്ല. ഇപ്പോഴും ദേവേന്ദ്ര പട്ടം വേണമെന്നുള്ള ആഗ്രഹം കിടക്കത്തോളം കാലം അങ്ങാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും ജനങ്ങളെ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മുമ്പേ നോക്കാതെ, അതുകൊണ്ട് പരമാത്മാവായ ഈശ്വരൻ അല്ലാതെ ആരെയും ലോകത്തെ രക്ഷിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു പിതാവിന്, നമുക്ക് യാഗം ഇന്ദ്രനല്ല കൊടുക്കേണ്ടത്, നമുക്ക് എല്ലാം തരുന്നത് നമ്മുടെ ഈ പർവ്വതത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ പർവ്വതത്തെ പൂജിച്ചപ്പോൾ ഇന്ദ്രന് അഹങ്കാരം വന്ന് ഇന്ദ്രൻ്റെ യാഗത്തെ മുടക്കി ഈ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ചെയ്തു. എല്ലാ വർഷവും എനിക്കാണ് ചെയ്തു തരുന്ന യാഗം എന്നുള്ള അഹങ്കാരം വന്നപ്പോൾ ഭഗവാന്റെ ആ ഗോവർദ്ധൻ അവിടെ അദ്ദേഹം മഴ പെയ്ച്ച അഹങ്കാരം ഉണ്ട്. 7 ദിവസം ഒരുപോലെ മഴ പെയ്ക്കുന്നത്, അതായി നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളെല്ലാം പശുക്കളും എല്ലാം നനഞ്ഞ് രായും പകലും ഒരുപോലെ മഴ. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ കുട്ടികളെല്ലാം ഭഗവാനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഭഗവാൻ എന്ത് ചെയ്തു? ആ ഗോവർദ്ധന ഇടിച്ച് അങ്ങ് കുത്തി അങ്ങ് ഇളക്കി ഒരു വിരലിൽ പിടിച്ച് പൊക്കി കുമിളെങ്ങനെ നിൽക്കുന്ന കുട എങ്ങനെ പിടിച്ച് നിൽക്കുന്ന അതുപോലെ. അപ്പോൾ അതിൻ്റെ കീഴിൽ സർവ്വ എണ്ണത്തിനെ അതിലങ്ങ് നിർത്തി. 7 ദിവസം ഈ അഹങ്കാരിയായ ഇന്ദ്രൻ മഴ പെയ്ച്ചു ഇവരെല്ലാം നശിക്കാൻ വേണ്ടി. പക്ഷേ ഭഗവാൻ അവിടെ എന്ത് ചെയ്ത്? ഒരു കുട പോലെ പിടിച്ചങ്ങ് പൊക്കി ഗോവർദ്ധന പർവ്വതത്തെ. എന്നിട്ട് അതിൻ്റെ കുടക്കീഴിൽ എല്ലാ പശുക്കളും എല്ലാ ഗോപന്മാരും സർവ്വപേരും അതിലങ്ങ് നിന്നു. അപ്പോൾ അഹങ്കാരം ഇന്ദ്രൻ നോക്കിയപ്പോൾ എന്താ, ഇത്രയും ദിവസം മഴ പെയ്തിട്ട് ഒരു പുള്ളി വെള്ളം പോലും ഭൂമിയിലില്ല. അപ്പോഴും മനസ്സിലായി അഹങ്കാരമാണെന്ന്. അദ്ദേഹം മേഘങ്ങളോട് പിന്നെ എന്താ പറഞ്ഞാൽ, ആദ്യം മേഘങ്ങളോട് കൽപ്പിച്ചു അവിടെ പോയി മഴ പെയ്ത് നശിപ്പിക്കാൻ, പിന്നെ നാണിച്ച് മേഘങ്ങളെല്ലാം തിരിച്ചു പോയി പൊക്കോളാൻ പറഞ്ഞ്. അപ്പോൾ ആരുടെ അഹങ്കാരമാണ് പോയത്? ഇന്ദ്രൻ്റെ. നമ്മളിൽ എന്താ പഠിക്കേണ്ടേ? ആർക്ക് അഹങ്കാരം വന്നാലും ഭഗവാൻ അവിടെ അഹങ്കാരത്തെ മാറ്റും. അതാണ് നാരായണൻ ഭഗവാൻ കൃഷ്ണൻ. നമുക്ക് അത് ഇനി അങ്ങോട്ട് വായിക്കാം. അത്രയും ഒന്ന് മനസ്സിലാക്കി തന്നത്. ചിലപ്പോൾ യഥാർത്ഥത്തിൽ എപ്പോഴും ഒത്തിരി വായിക്കാൻ പറ്റുന്നില്ല. അർത്ഥങ്ങൾ പറയുമ്പം സമയം ഒരുപാട് പോകുന്നു. അതുകൊണ്ട് എന്നാലും നോക്കട്ടെ. അപ്പോൾ നമുക്ക് അല്പം ഒന്ന് കയറ്റി വായിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാം. കാരണം ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ നാരിമാരെല്ലാം അപ്പവും അടയും മലരും എല്ലാം ഉണ്ടാക്കി കരിക്കും എല്ലാം വെച്ച് നിവേദ്യങ്ങളെല്ലാം കൊടുത്തപ്പോൾ ഭഗവാൻ തന്നെ വലിയ സ്ഥൂലമായി പർവ്വതത്തെ പോലെ വളർന്ന് അതെല്ലാം ഭക്ഷിച്ചിട്ട് ഞാൻ തന്നെയാകുന്നു, പർവ്വതം ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും അത് മനസ്സിലായപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? സർവവും ഭഗവാൻ പർവ്വതാകാരനായി നിന്നു. നിവേദ്യാദി സർവവും ഭക്ഷിച്ച് പർവ്വതം ഞാനെന്നും. അപ്പം ഞാനാകുന്നവൻ ആരാണ്? ഞാൻ തന്നെയാകുന്നു എല്ലായിടവും എന്നാണ്. പർവ്വതമായാലും പുല്ലായാലും പുഴുവായാലും സർവവും ഞാൻ തന്നെയാകുന്നു എന്നൊരു പാഠം അവിടെ പഠിപ്പിച്ചെടുത്തു. അപ്പോൾ ഭഗവാനത് മൊത്തം ഭക്ഷിച്ചു, എല്ലാ നിവേദ്യവും കഴിച്ചു. എന്നിട്ട് നല്ലവണ്ണം വരുമെന്ന അനുഗ്രഹവും കൊടുത്തപ്പം എല്ലാവരും കേൾക്ക പറഞ്ഞു. ദേവകളൊക്കെ അത് പ്രസാദിച്ചു തന്നത് കേവലം വാക്കുകൾ കേട്ട് പ്രസാദിച്ചു. വന്ദിച്ചു ദേവരും കൃഷ്ണനും വന്ദിച്ചു. പർവ്വതം പ്രത്യക്ഷമായി കണ്ടത് മൂലം, പർവ്വതത്തിൽ പ്രത്യക്ഷമായി ഭഗവാൻ
എന്നിട്ടോ സർവരും തുഷ്ടരായി വന്നിതതു നേരം മായാമയമായ പർവ്വത ആകാരവും പോയതും കൃഷ്ണമായ മഹിമകൾ. ഭഗവാൻ അതെല്ലാം വലിയൊരു പർവ്വതം പോലെ അവിടെ നിന്നിട്ട് എല്ലാം ഭക്ഷിച്ച് തൃപ്തനായിട്ട് എല്ലാം അങ്ങ് മറഞ്ഞു, ഭഗവാന്റെ മായ. അപ്പോൾ ഇനി നമുക്ക് വായിക്കുന്നത് അപ്പോൾ അതിന് ശേഷം അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? പരമാത്മാവ് നമ്മൾ എവിടെ സന്തോഷമായിട്ട് എന്ത് കൊടുത്താലും അത് അരൂപിയാണെങ്കിലും നമ്മളത് അറിയണ്ട. ആ ഭഗവാൻ അതിൻ്റെ എന്തായാലും അതിൻ്റെ സ്വാദ് നമ്മൾ ഒരു പഴത്തിൻ്റെ ഒരു ഇതൾ ഒരു എന്താ പറയുക, അതിൻ്റെ ഈ തൊലി ഒരു അല്പം ഒന്ന് ഇളക്കി ഭഗവാന് ഒന്ന് മുറിച്ച് ഒരു പാത്രത്തിലോ ഒരു വാഴയിലോ വെച്ച് ഭഗവാന് നന്നായിട്ട് കൊടുത്തു നോക്കൂ. ഞാനിവിടെ പ്രത്യേകം അതിൻ്റെ പാത്രം തന്നെ വച്ചിട്ടുണ്ട് ഭഗവാന് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ മണം ഭഗവാൻ എടുത്തോളും. നമ്മുടെ ഭക്തി സ്നേഹമാണ് ഭഗവാൻ ആവശ്യം. അത് കഴിച്ചു പോലും കഴിച്ചില്ല, നമ്മുടെ മനസ്സാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് കഴിച്ചെന്നാണല്ലോ, അപ്പോൾ ഭഗവാനത് തൃപ്തികരമാണെന്ന് നമുക്കതിനെ ഊഹിക്കാം. അതുകൊണ്ട് ഭഗവാന്റെ മഹിമ അത്രമാത്രം ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി. രാമനും കൃഷ്ണനും ഭൂദേവ ഗോപാല രാമോദമോടെ വ്രതം അകമ്പുക്കാർ അവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് വ്രതത്തിലേക്ക് പോയി, അവരവിടെ ഗൃഹങ്ങളിലേക്ക് പോയി. മായാമയൻ തൻ്റെ ലീലാ വിശേഷങ്ങൾ മാനവേന്ദ്ര ഭവാൻ കേട്ടുകൊള്ളിനിയും. പിന്നെ പരീക്ഷിത് മഹാരാജാവേ, മാനവേ ഇന്ദ്ര മനുഷ്യരുടെ രാജാവായ പരീക്ഷത്തിനോട് ശ്രീശുക മഹാമുനി പറയും, ഇനിയും കേൾക്കൂ, ഭഗവാന്റെ മഹിമകൾ ഇനിയും ഉണ്ട്. അതുകൊണ്ട് രാജാവേ ഇനിയും പറയാൻ കേട്ടുകൊള്ളുക. എന്താ ഇനി പറയാനുള്ളത്? വൃത്താന്തം എല്ലാം അറിഞ്ഞു മഹേന്ദ്രനും ക്രുദ്ധനായി മേഘങ്ങളോട് കൽപ്പിച്ചിതു. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമായി, ദർപ്പം. ആ ദർപ്പം ആണ് ഇനി പറയാൻ പോണത്, അയാളുടെ അഹങ്കാരം. അപ്പോൾ ഇത്രയും യാഗങ്ങളെല്ലാം ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഗോവർദ്ധനത്തെ പൂജിച്ചു, നിവേദ്യങ്ങളെല്ലാം ഭഗവാൻ തന്നെ ഭക്ഷിച്ചു. ഇത് ദേവേന്ദ്രൻ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അഹങ്കാരം വർദ്ധിച്ച് മേഘങ്ങളോട് പറയുന്നു, എന്താ ക്രുദ്ധനായി. മഴക്കാറാണല്ലോ മേഘങ്ങൾ, ആ മേഘങ്ങളോട് കൽപ്പിച്ചത് എന്താണ്? കേൾപ്പിനൊരത്ഭുതം ഗോപാലകൃഷ്ണൻ്റെ മൂപ്പുകൾ ഭോഷ്കതിൻ അതിശ്രേഷ്ഠനാം അവൻ. അതായത് കേൾപ്പിൻ ഗോപാലകൃഷ്ണൻ്റെ മൂപ്പ്, അഹങ്കാരം നിങ്ങൾ മനസ്സിലാക്കൂ. മേഘങ്ങളോട് പറയുക, മൂപ്പുകളും ഭോഷ്കും ഒക്കെ മനസ്സിലാക്കുക. അതിശ്രേഷ്ഠനാന്ന എന്നുവെച്ചാൽ ഭോഷ്കിൻ്റെ അഹങ്കാരിയാണ് ഈ കൃഷ്ണൻ. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതം കേൾക്കൂ. ഗോപാലകൃഷ്ണൻ്റെ അഹങ്കാരം, മൂപ്പുകൾ, ധിക്കാരം എന്ന് മേഘങ്ങളോട് പറയുന്നു. ആരാ? ഇന്ദ്രൻ. പറഞ്ഞിട്ട് നന്ദാദികളെ പറഞ്ഞു ഭേദിപ്പിച്ചു. ഇതാണ് കൃഷ്ണൻ ചെയ്ത പോഷ്ക്. നന്ദാദികൾ വെച്ചാൽ പിതാവിനെയും മറ്റുള്ളവരെല്ലാം പറഞ്ഞു ഭേദിപ്പിച്ച്. എന്താ? നിന്ദിച്ചു നമ്മുടെ യജ്ഞഹവർഭാഗം. എന്നെ നിന്ദിച്ചു, ഈ ഇന്ദ്രനെ യാഗം ചെയ്യണ്ട എന്ന് നിന്ദിച്ചിട്ട് നന്ദഗോപരുടെയും മറ്റുള്ളവരെ എല്ലാം പറഞ്ഞ് അവരെ ഇങ്ങനെ മാറ്റി, എനിക്ക് തരേണ്ട യജ്ഞം അവർ മാറ്റി. എന്താ? യജ്ഞഹവർഭാഗം നിന്ദിച്ച് മാറ്റിക്കളഞ്ഞു, ഗോവർദ്ധനത്തിനാക്കി. അതാണ് നന്ദാദികളെ പറഞ്ഞ് ഭേദിപ്പിച്ചു. ഭഗവാൻ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ച് ഇന്ദ്രന് യാഗം കൊടുക്കണ്ട എന്നും പറഞ്ഞ് നിന്ദിച്ചിട്ട് നമ്മുടെ യജ്ഞഹവർഭാഗം, എനിക്ക് തരേണ്ട യജ്ഞം എന്ത് ചെയ്തു? ഗോവർദ്ധനത്തിനാക്കിയടി ഞാൻ ഇക്കാലം, ഈ വർഷം എനിക്ക് തന്നില്ല, എന്നെ അവർ യജ്ഞം നടത്തി തന്നില്ല. ഇത് ആക്ക് കൊടുത്തു ഗോവർദ്ധന. ഇക്കാലം ഈ വർഷം അവർ ഗോവർദ്ധനത്തെ വെച്ച് പൂജിച്ചു. ഇതാരോട് പറയുന്നു? മേഘങ്ങളോട് കൽപ്പിച്ചു. ശാപത്തിനായി അവൻ ചെയ്തിതു ദുഷ്കൃതം കഷ്ടം അതിന് ഗോവൃന്ദത്തിനു മീതേ വൃഷ്ടി ചെയ്തൊക്കവേ നഷ്ടമാക്കിയിടുവിൻ. മേഘങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെന്ന് വൃഷ്ടി പേമാരി ചെയ്ത് ഇതെല്ലാം ഗോവർദ്ധനത്തിൻ്റെ മുകളിൽ ചെന്ന് മേഘങ്ങൾ അവിടെ ചെന്നുകൊണ്ട് ഇതെല്ലാം അങ്ങ് പെയ്ത് നശിപ്പിക്കണം. അതായത് ശാപത്തിനായവൻ, അവരെല്ലാം ചാവട്ടെ, മഴവെള്ളം കൊണ്ട് പോകട്ടെ. അത് ഈ ദുഷ്കൃതം ഇത്രയും കാണിച്ചില്ലേ, ഇന്ദ്രന് ചെയ്യേണ്ട യാഗം അവർ ഗോവർദ്ധനത്ത് ചെയ്തു, എന്നാൽ അതിന് ഫലം ഇപ്പം തന്നെ കൊടുക്കണമെന്ന് പറയും. മേഘത്തിനോട് കൽപ്പിച്ചു അവിടെ ചെന്ന് മഴ പെയ്യിപ്പിക്കാൻ. മഴ പെയ്ത് തോരാത്ത മഴ പെയ്യുമ്പോൾ നശിക്കുമല്ലോ എല്ലാം. പശുക്കൾക്ക് കാണാം പുല്ല് തിന്നാനും. അപ്പം പശുക്കളും നശിക്കും, മഴ കൊണ്ട് വെളിയിലിറങ്ങാൻ പറ്റാതെ എല്ലാ മനുഷ്യരും നശിക്കും, വെള്ളപ്പൊക്കമാവും. 7 ദിവസം ഒരുപോലെ മഴ പെയ്താൽ അങ്ങനെയല്ലേ, രാവും പകലും. അതുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു, മേഘങ്ങളോട് കൽപ്പിച്ചു. അതുകൊണ്ട് അവിടെ പോയി നിന്ന് ഈ ദുഷ്കൃതം ചെയ്ത കൃഷ്ണൻ്റെ ആ ഗോവൃന്ദത്തിന് മീതെ തന്നെ ചെന്ന് നിങ്ങൾ പശുക്കൂട്ടങ്ങളുടെ മുകളിൽ ചെന്ന് നിങ്ങൾ മഴ പെയ്യിക്കൂ. അതാണ് വൃഷ്ടി, മഴ ചെയ്തൊക്കവേ നഷ്ടമാക്കിയിട്ട് മൊത്തം നിങ്ങൾ നശിപ്പിക്കൂ എന്ന് പറഞ്ഞു. മുമ്പിൽ നടപ്പിൻ വഴിയെ വരും ഞാനും മുമ്പരുമായി എന്ന് കൽപ്പിച്ചയച്ചിതു. നിങ്ങൾ
മുമ്പേ പോകൂ. മേഘങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുമ്പേ അവിടേക്ക് പൊയ്ക്കൊള്ളൂ, പിറകെ ഞാനും വഴിയെ വരാം. അതാണ് വൃഷ്ടി ചെയ്തൊക്കെ നഷ്ടമാക്കാൻ നിങ്ങൾ മുമ്പിൽ നടപ്പിൻ, വഴിയേ വരും ഞാനും മുമ്പരായ എന്ന് കൽപ്പിച്ചയച്ചു. മേഘങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുമ്പേ ചെന്ന് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അവിടെ ചെന്ന് തന്നെ നിങ്ങൾ മഴ പെയ്യിക്കൂ എന്ന് പറഞ്ഞു, ഞാൻ പിറകെ വരാം. മേഘവൃന്ദങ്ങൾ നടന്നു പോയി ഗോകുല ആകവേ ബുക്ക് പരന്നിതങ്ങമ്പരേ. ആ മേഘങ്ങളെല്ലാം എന്ത് ചെയ്തു, അവിടേക്ക് ഗോകുലം ആ പശുക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നിട്ട് അവിടെ പരന്ന് അമ്പരാകാശം മൊത്തം മേഘങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞു. എവിടെ കിടക്കുന്ന മേഘങ്ങളും അവിടെ അങ്ങ് വന്നു. അപ്പോൾ അവിടെ തന്നെ മഴ പെയ്യും. അന്ധകാരമയമായിതു ഗോകുലം, ബന്ധം എന്തെന്ന് ചിന്തിച്ചിരിക്കും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അന്ധകാരമായാലോ, കുറ്റാക്കുട്ടി ഇരുട്ടാവും. മേഘങ്ങൾ മൊത്തവും നിരന്നങ്ങ് നിന്നാൽ പിന്നെ സൂര്യപ്രകാശം ഒട്ടും ഭൂമിയിലേക്ക് അടിക്കുകയില്ല. അപ്പോൾ അവിടെ എന്ത് ഇരുട്ട് വ്യാപിക്കും, അന്ധകാരം ഉണ്ടാകും. അപ്പോൾ ഇതെന്താ കാരണമെന്ന് അവരങ്ങനെ ചിന്തിച്ചു. അന്ധകാരമയമായത് ഗോകുലം, അത് ഈ ഗോകുലം മൊത്തവും പശുക്കളുള്ള സ്ഥലമാണല്ലോ ഗോകുലം. അതാണ് പശുക്കൂട്ടങ്ങൾ. അവിടെ തന്നെ ഗോപന്മാരും ഗോക്കളും കൃഷ്ണനൊക്കെ നിൽക്കുന്ന ഭാഗം നോക്കിയപ്പോൾ എന്താ അന്ധകാരമായി. എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർ ചിന്തിച്ചിരിക്കുമ്പോൾ എന്താ ഇടികളും ഘോരമാം വർഷവും മാരിയോടുൾച്ചേർന്ന് മിന്നലും ഏറ്റമായി. സ്തംഭ സമാനം മഴത്തുള്ളി ഓരോന്ന് കമ്പം കലർന്ന് തളർന്നിതോ മേദിനി. അപ്പം മേദിനി ഭൂമി കമ്പം കലർന്ന് തളർന്നു. എന്താ തോരാത്ത മഴ, ഇടി മിന്നൽ, ഘോരമാകുന്ന മഴ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഈ അന്ധകാരം ഇങ്ങനെ വന്ന കാരണം, ഇത്ര ഇരുട്ട് വരണം കാരണം എന്താണെന്ന് അവരെ ചിന്തിച്ചപ്പോൾ ഘോരമാകുന്ന ഇടിയും മിന്നലും അതിഭയങ്കരമായ മഴയും, അതാണ് മാരിയോട് ഉൾച്ചേർന്ന് മിന്നലും ഏറ്റമായി. സ്തംഭ സമാനം വലിയ തൂണിൻ്റെ അത്രയും വല്ല കനത്ത തുള്ളികളാണ് മഴത്തുള്ളികൾ. നമ്മൾ പറയത്തില്ലേ, ഒരു തുള്ളിക്ക് ഒരു കുട ഒന്ന് പരന്നതുപോലെ തൂണ് പോലുള്ള വലിയ മഴത്തുള്ളി ഓരോന്ന് കമ്പം കലർന്ന് തളർന്നതോ മേദിനി. അപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ ആഘാതമായ തുള്ളികളൊന്നും മേദിനി തളരുന്ന്, ഭൂമിക്ക് ആഘാതം പോലെ അങ്ങനെ അങ്ങ് പറവർത്ത മഴ, ഓരോ തൂണ് പോലെ വന്ന് മഴ വീഴുന്നത്. കാരണം എല്ലാ മേഘവും കൂടെ ഒന്നിച്ച് അവിടെ നിന്നങ്ങ് പെയ്യുക. മേഘങ്ങളോട് കൽപ്പിച്ചു അവിടെ ചെന്ന് എല്ലാം അങ്ങ് നശിപ്പിക്കാൻ ഇന്ദ്രൻ അങ്ങനെ അഹങ്കാരം പറഞ്ഞ് വിട്ടു. എന്നിട്ടോ അശ്മവർഷങ്ങളും ഉണ്ടായി ഇടയിടെ. കല്ല്, ഈ നമ്മൾ പറഞ്ഞില്ലേ പിന്നെ എന്ത് കല്ല, ഐസ് കട്ടയെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അശ്മം കല്ല്, അപ്പം പാറക്കല്ല് പോലെ വന്ന് വീഴുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം അശ്മവർഷങ്ങളും ഉണ്ടായി ഇടയിടെ, കല്ലുകൾ വന്ന് വീഴുന്ന മഴ. അത് നമ്മളിവിടെയൊക്കെ പറയും അതിന് ഐസ് കട്ട വീഴുന്നെന്നാ പറയാ. അങ്ങനെ അതും വിശ്വം എല്ലാം ഇളക്കിയിടുന്ന വായു അടിച്ച് പറത്തുന്നു കാറ്റ്, പേമാരിയും അതുപോലെ തന്നെ അതിഭയങ്കരമായ കാറ്റും വിശ്വം എല്ലായിടവും അടിച്ചിളക്കുന്ന കാറ്റും ഘോരം ഈ വണ്ണം മഴ കൊണ്ട് ദീനരായി ധീരത വിട്ടു നന്ദാദികൾ ചൊല്ലിനാർ. ഇത്രയും ഭയങ്കരമായ അഗാധമായ ഘോരമായ ഇടിയും മിന്നലും മഴയും കല്ലുകൾ വന്ന് വീഴുന്നത് എല്ലാം കണ്ടപ്പോൾ, ഘോരമായ മഴ കണ്ടപ്പോൾ ദീനരായി ധീരതയെല്ലാം പോയി. ആരുടെയാ? നന്ദാദികൾ. പിന്നെന്താ പറയുക, നന്ദാദികൾ വെച്ചാൽ ഈ പിതാവായ നന്ദഗോപരും ആദിയായവർ വെച്ചാൽ അവിടുത്തെ മറ്റ് വൃദ്ധാദികൾ എല്ലാവരും. ഭഗവാനല്ല, അവിടെയുള്ള സർവ്വപേർക്കും വിഷമമായി, ദീനപ്പെട്ടു. കാരണം ഇത്രയും 7 ദിവസങ്ങളൊക്കെ ഇങ്ങനെ മുടങ്ങാതെ മഴയും ഇടിയും മിന്നലെന്ന് വെച്ചാൽ എന്താ ഭയന്നു പോകത്തില്ലേ? അപ്പം നന്ദാദികളെല്ലാം ദീനരായി വിഷമിച്ചിട്ട് ധീരതയെല്ലാം കൈവിട്ടു പോയി. നന്ദാദികളെ ധൈര്യം എല്ലാം ചോർന്നു പോകുന്നത് എന്താ ഇങ്ങനെയെന്ന് അങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? കുട്ടികളെല്ലാം കൂടെ വിളിച്ച് പറയുന്നു, ഭഗവാനോട് വിളിക്കുക, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ബലഭദ്ര, ജിഷ്ണു സത്രം മുടക്കിയിടുക കാരണം ജിഷ്ണു നിയോഗേന മേഘവർഷം കൊണ്ട് വിഷ്ണു നശിച്ചു പോവും ഇപ്പോഴേ സർവരും. കുട്ടികൾക്കറിയില്ലല്ലോ. നന്ദാദി ഗോപന്മാരെല്ലാം പറയുന്നു, കൃഷ്ണനോട് പറയുന്നു, ഭഗവാനെ മഹാബാഹോ ബലഭദ്ര, അതായത് കൃഷ്ണ കൃപാലയ, ജ്യേഷ്ഠനായ ബലഭദ്രനോടും കൃഷ്ണനോടും പറയുന്നു, ജിഷ്ണു സത്രം, അതായത് ദേവേന്ദ്രന് കൊടുക്കാനുള്ള സത്രം യാഗം മുടക്കിയത് കൊണ്ട് ജിഷ്ണു നിയോഗേന, അതായത് ഇന്ദ്രനെയാണ് ജിഷ്ണു എന്ന് പറയുന്നത്. വിഷ്ണു അല്ല ജിഷ്ണുവിൻ്റെ നിയോഗപ്രകാരം മേഘവർഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മേഘങ്ങളെല്ലാം കൂടെ ഇവിടെ വന്ന് വർഷം ചൊരിയിക്കുന്നു. അതുകൊണ്ട് വിഷ്ണു ഭഗവാനെ നാരായണ നശിച്ചു പോയിപ്പോഴേ സർവരും നശിക്കും ഭഗവാനെ, വിഷ്ണു കൃഷ്ണ നാരായണ ബലഭദ്ര എന്ന് ഈ കുട്ടികളും നന്ദാദി ഗോപന്മാരെല്ലാവരും ഭഗവാനോട് വിളിച്ച് കരയുന്നു, അപേക്ഷിക്കുന്നു. എന്താ ഭഗവാനെ ഇങ്ങനെ? ഇത് ആ ഇന്ദ്രന് കൊടുക്കാത്തതുകൊണ്ടാണോ? യാഗം അദ്ദേഹത്തിന് കഴിപ്പിക്കാണ്ട് നമ്മൾ ഗോവർദ്ധനത്തെ പൂജിച്ചതുകൊണ്ട് അയാളെ
നിയോഗപ്രകാരം മേഘമെല്ലാം ഇവിടെ വന്ന് മഴ ചൊരിയിക്കുന്നതാണോ ഭഗവാനെ? നമ്മളെല്ലാവരും നശിച്ചു പോവല്ലോ കൃഷ്ണ എന്ന് അവർ പറഞ്ഞു. കൃഷ്ണനോടായി പറഞ്ഞതു പിന്നെയും. അപ്പോൾ വീണ്ടും വീണ്ടും ഭഗവാനോട് പറയുന്നത്, കാരണം കുട്ടികൾക്ക് ഇതൊന്നും കണ്ടിട്ടുള്ള ശീലമില്ല. ഭഗവാന് മാത്രം അറിയാം സംഗതി, ഭഗവാന് ചിന്തിക്കാം, ഭഗവാന് എല്ലാം ഭാവന ചെയ്യാൻ ഉള്ളം എല്ലാം അറിയുന്ന ഭഗവാനല്ലേ. അതുകൊണ്ട് ഇതെല്ലാം വരുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ അറിയാം. ഇന്ദ്രന് ഇത് കാരണം ദർപ്പം അഹങ്കാരം ഉണ്ടാകുന്ന ഭഗവാൻ നേരത്തെ കൂട്ടി കണ്ടിരിക്കുമല്ലോ. എന്നാലും മനുഷ്യനെ പറഞ്ഞ് പാഠം പഠിപ്പിക്കണ്ടേ എന്ന് ഇന്ദ്രന് യാഗം ചെയ്യേണ്ട കാര്യം എന്താ? യാതൊരു ഫലവും ഇല്ല ഇന്ദ്രന് യാഗം ചെയ്താൽ. നമുക്ക് ഭൂമിയിലെല്ലാം തരുന്ന ഈശ്വരനാണ്, പരമാത്മാവാണ്. അപ്പം അത് എവിടെ വേണമെങ്കിലും ഭഗവാൻ പരമാത്മാ ലോകം മൊത്തം നിറഞ്ഞിരിക്കുകൊണ്ട് നമുക്ക് എവിടെയും ഭഗവാനെ പൂജിക്കാം. അതുകൊണ്ട് ഭഗവാൻ ഇത് എല്ലാവർക്കും പാഠം പറഞ്ഞു കൊടുക്കണ്ടേ? അതിനല്ലേ ഭഗവാൻ ഇവിടെ അവതരിച്ചത്. അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കാനാണല്ലോ ഭഗവാൻ ഇവിടെ ഗുരുവായിട്ട് വന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇത് എന്ത് പറഞ്ഞു? എല്ലാം നശിച്ചുവും ഭഗവാനെ കൃഷ്ണനോടായി വീണ്ടും വീണ്ടും പറഞ്ഞു. ഗോകുലം എല്ലാം ക്ഷണേന നശിച്ചു, പെട്ടെന്ന് തന്നെ ഭഗവാനെ നശിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ്. ഗോകുലനാഥ പാലിക്കാദയാനിധേ ദേവദേവേശൻ ജഗന്മയൻ ഈശ്വരൻ ദേവകീ സൂനു ജഗൽപതി മാധവൻ പേടിയായി ഏതുമെന്നാശു പറഞ്ഞുടൻ. ഇങ്ങനെ ഭഗവാനെ ഗോകുലനാഥ പരിപാലിക്ക എന്ന് കൃഷ്ണനോട് ഈ കുട്ടികളെല്ലാം വിളിച്ച് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേവകീ സൂനു ജഗൽപതി മാധവൻ കൃഷ്ണൻ കുട്ടി സൂനു ദേവകിയുടെ കുഞ്ഞായ മകനായ ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് പേടിക്കാതിരിക്കൂ, പേടിക്കായ ഏതും എന്നാശു പറഞ്ഞുടൻ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കാതിരിക്കൂ. ചാടി പുറപ്പെട്ടു മുഷ്ടി ചുരുട്ടി അൻപോട് കുത്തി പറിച്ചിടിനാൻ പർവ്വതം. ഭഗവാൻ എന്ത് ചെയ്തു? ചാടി കൊണ്ട് പുറപ്പെട്ടിട്ട് എന്ത് ചെയ്തു? മുഷ്ടിയെ കൊണ്ട് ചുരുട്ടി പിടിച്ചിട്ട് അൻപോട് കുത്തി പറിച്ചെടുത്തു പർവ്വതത്തെ. ഗോവർദ്ധനത്തെ അടിയിലോട്ട് ഭഗവാന്റെ വിരൽ കയറ്റി കുത്തി പറിച്ച് പൊക്കി അങ്ങ് എടുത്തിട്ട് പർവ്വതം തന്നെ കയ്യാൽ കുടയായി പിടിച്ച് ഇതിൽ വന്ന് പൊക്കിയിടുവിൻ ഗോക്കളോട് ഏവരും. നിങ്ങൾ ഈ കുടക്കീഴിൽ വന്ന് നിൽക്കുവിൻ. എന്താ കുടയെപ്പോലെ ഒരു കുട പോലെ ഭഗവാന്റെ വിരലാണ് കുടയുടെ കാല്. ആ വിരലിൽ കുത്തി നിർത്തി പർവ്വതത്തെ പൊക്കി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കൈ കൊണ്ട് കുടയായി പിടിച്ച് പർവ്വതത്തെ കുത്തിപ്പറിച്ചെടുത്ത് അവരുടെ അവിടെ നിർത്തി വന്ന് അൻപു ഇവിടെ കുടയായി പിടിച്ച് ഇതിൽ വന്ന് നിങ്ങൾ നിൽക്കൂ, വന്ന് പൊക്കിയിടുവിൻ. ഇവിടെ നിന്ന് എല്ലാവരും ഇവിടേക്ക് വന്ന് കയറി നിൽക്കൂ. ഗോക്കളോടേവരും പശുക്കളും കുട്ടികളും എല്ലാവരോടും ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഈ കുടക്കീഴിൽ വന്ന് നിൽക്കൂ. ഗോവർദ്ധന പർവ്വതമായിരിക്കുന്ന കുടയിൽ അതിന് കീഴിൽ നിങ്ങൾ സർവ്വപേരും ഗോക്കൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു. മൽക്കരേ നിന്നു ഗിരി വീഴുമെന്ന് അതങ്ങുൾക്കാമ്പിൽ ഓർത്തു പോകാവിനൊരുത്തരും. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട, എൻ്റെ കയ്യിൽ മൽക്കരെ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഗിരി ഈ പർവ്വതം വീഴുമെന്ന് നിങ്ങൾ ഉൾക്കാമ്പിൽ നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾ വിചാരിക്ക വേണ്ട. നിങ്ങൾ ഉൾക്കാമ്പിൽ ഓർത്ത് പോകായ്മനൊരുത്തരും നിങ്ങൾ ചിന്തിക്കണ്ട. ഈ പർവ്വതം എൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട, നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം അവർക്ക് ചിലപ്പോൾ സംശയങ്ങൾ, ഇത്രയും വലിയൊരു പർവ്വതം പിടിച്ച് പൊക്കി ഒരു വിരലിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഭഗവാന് ഇങ്ങനെ പറ്റുമെന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അവരുടെ ഭയം ഉള്ളിലെങ്ങണം വന്നു പോകരുതെന്ന് ഭഗവാൻ നേരത്തെ കുട്ടികൾ പറഞ്ഞു. കാരണം നമുക്ക് ചിന്ത വരും, അയ്യോ ഇത് വീണാ പിന്നെ സർവ്വം അകത്തായി പോകും, മണ്ണ് നമ്മളെല്ലാം അതിനകത്ത് വെളിക്ക് വരാൻ പറ്റാത്തവണ്ണം ആയിപ്പോകും എന്ന് നമ്മൾ ഭയക്കണ്ട എന്ന് ഭഗവാൻ നേരത്തെ കൂട്ടി അങ്ങ് പറഞ്ഞു. എങ്ങനെ പറഞ്ഞേ? മൽക്കരെ എൻ്റെ കയ്യിൽ നിന്ന് ഗിരി പർവ്വതം വീഴുമെന്നതങ്ങ് ഉൾക്കാമ്പിൽ ഓർത്ത് പോകായവനൊരുത്തരും അങ്ങനെ ചിന്തിക്കണ്ട. കന്നുകൾ ബാലരും ഗോപനാരീ കുലം കുന്നിൻ ഗുഹയിലിരുന്നിട്ട് പിന്നെയും. ഇപ്പം കന്നുകളും അത് പശുക്കുട്ടികളും ബാലരും ഗോപനാരീകുലം കുന്നിൻ ഗുഹയിലിരുന്നിട്ട്, അത് കുന്നാകുന്ന ഒരു പർവ്വതമല്ലേ അതിൻ്റെ ഗുഹ, അതിനകത്തിരുന്നിട്ട് പിന്നെയും വിസ്താരമുണ്ട് വളരെ അതിനകം പുത്തൻ കനകപ്രഭ കൊണ്ട് ശോഭിതം. ഭഗവാൻ അകത്ത് നിൽക്കുമ്പോൾ ഭഗവാന് സുദർശന ചക്രമൊക്കെ ഉള്ള ആളല്ലേ. അതോടെ ജനലും പ്രകാശവും വാതിലും ഒന്നും വേണ്ട, അടിയിൽ കൂടെ കയറാം. പക്ഷേ അവിടെ എന്താണ് വിസ്താരം? വീണ്ടും എല്ലാ ഗോപനാരികളും ഗോപന്മാരും പശുക്കളും എല്ലാം കയറിയിട്ടും വീണ്ടും വിസ്താരം പിന്നെ ഒരുപാടുണ്ട്. ഇനിയും കയറിയിരിക്കാൻ ആൾക്കാർക്ക് സ്ഥലമുണ്ട്, വിസ്താരമുണ്ട് വളരെ. അതിനകം പുത്തൻ കനകപ്രഭ കൊണ്ട് ശോഭിത, അഹമ്മത്വവും കനക സ്വർണ്ണം പ്രഭ കൊണ്ട് ശോഭിതമായിരിക്കുന്നു. വാദവർഷങ്ങളുണ്ടെന്നുള്ള അവസ്ഥകൾ ഏതുമേ തോന്നിയില്ല, സൗഖ്യം എന്നേ വേണ്ടൂ. അവിടെ കാറ്റോ മഴയോ ഉണ്ടെന്നുള്ള യാതൊരു തോന്നലും അവർക്കുണ്ടായില്ല അതിനകത്ത് നിന്നവർക്ക്.
ഈ കുടക്കിഴി പർവ്വതമാകുന്ന കുടക്കിഴി നിന്നാർക്ക് പുറമേ മഴയുണ്ടെന്നോ ഇടിയുണ്ടെന്നോ കാറ്റുണ്ടെന്നോ ഒരു തോന്നലും നമ്മൾ അടച്ചുപൂട്ടിയ വാർത്ത കെട്ടിടത്തിനകത്തിരുന്നാൽ എങ്ങനെയാണ് അതുപോലെ എന്നാൽ അകം ശോഭിത സ്വർണം പോലെ ശോഭിക്കുന്ന അകമാണ്, എല്ലാം കൊണ്ടും മനോഹരമാകുന്നു. അങ്ങനെ ഒരു തോന്നലും ഉണ്ടായില്ല, സൗഖ്യമേ ഉണ്ടായുള്ളൂ. അതായത് വാദം, കാറ്റും മഴ, വർഷം, കാറ്റും മഴയും ഉണ്ടെന്നുള്ള തോന്നൽ, അങ്ങനെയുള്ള അവസ്ഥകൾ ഏതുമേ തോന്നിയില്ല, ഒരു വിഷമവും തോന്നിയില്ല. ഇനി എന്താ ഉണ്ടായത്? സൗഖ്യം, സുഖമാണ് ഉണ്ടായത്. വാമനനായ അവൻ ഏകപാദസ്ഥനായി വാമകരം കൊണ്ട് ഗോവർദ്ധനത്തെയും വാമേ ഇതരകരെ വേണുവും കൈക്കൊണ്ട്. ഇവിടെ വാമേ തരകരെ എന്നല്ല, ഇതരകരെ. കാരണം വാമകരം ഇടത്തെ കൈക്കകത്ത് ഭഗവാൻ ഗോവർദ്ധനത്തെ പൊക്കി പിടിച്ചിട്ട് ഇതരകരെ മറ്റേ കയ്യിൽ വലത്തെ കയ്യിൽ വേണുവും കൈക്കൊണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ഇടത്തെ അത് ഇടത്തെ കയ്യിൽ പർവ്വതത്തെ പൊക്കിയിട്ട് ഇതരകരെ, അതിൻ്റെ ഓപ്പോസിറ്റ് വലത്തെ കൈ ഭഗവാൻ വേണുവും കൈക്കൊണ്ട് എന്ത് ചെയ്യുന്നു? കോമളഗാനവും ചെയ്ത് ഓരോ അനന്തരം. അപ്പോൾ ഭഗവാൻ അവിടെ ഇതും പിടിച്ചിട്ട് എന്താ ചെയ്യുന്നേ? എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണ്ടേ? ഒരു ഭയവും കൂടാതെ പ്രകാശിച്ച് നിൽക്കണമെങ്കിൽ അവർ ഈ പുറത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പോലും അറിയാതിരിക്കുകയല്ലേ. അപ്പോൾ അവർക്കൊക്കെ വിഷമം ഉണ്ടാവേണ്ട ഒന്നും വേണ്ടാണ്ട് ഭഗവാൻ എൻ്റെ ഓടക്കുള്ളിൽ കൊണ്ട് ഇങ്ങനെ നാദങ്ങൾ ഓരോരോ കോമള ഗാനം ഈ കുഴൽ വേണുവിൽ കൂടി ഇങ്ങനെ ഊതി ഭഗവാൻ എല്ലാവരും പശുക്കൾക്കും എല്ലാം സന്തോഷം കൊടുക്കുക ചെയ്തത്. ഭഗവാൻ എന്തൊക്കെ കർമ്മങ്ങളാണ് അവിടെ അനുഷ്ഠിക്കുന്നത്? ഭഗവാൻ എല്ലാവർക്കും കുട പിടിച്ചു കൊടുക്കുന്നു. സർവേണു അതിൽ കയറി നിന്നിട്ട് വീണ്ടും ഒരുപാട് സ്ഥലം കിടപ്പുണ്ട്. സ്വർണ്ണമയമായ പ്രഭയോടുകൂടിയ അകമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. പുറമേയുള്ള കാറ്റോ മഴയോ ഒന്നും തന്നെ അവരറിയുന്നില്ല. എന്നിട്ടോ സന്തോഷകരമായ ആനന്ദകരമായ ഭഗവാൻ വേണു ഊതി കോമളമായിരുന്ന ഗാനവും പുറപ്പെടുവിക്കുന്നു. എത്രമാത്രം ഭഗവാനെ വർണ്ണിച്ചാൽ നമുക്ക് ഇത് ചിന്തിച്ചിട്ടാണോ നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്? നമുക്ക് തരുന്ന ഓരോ ഗുണഗണങ്ങളും നമുക്ക് ഈശ്വരൻ നന്ദി പറയാതിരിക്കാൻ പറ്റൂ? ഇങ്ങനെ ഇന്നും നമുക്ക് ഭഗവാൻ നമുക്ക് കാലും കൈയും ആരോഗ്യവും എല്ലാം തരുമ്പോൾ നമ്മൾ എത്രമാത്രം നന്ദി പറയണം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? വാമകരം കൊണ്ട് ഗോവർദ്ധനത്തെയും, അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് പർവ്വതത്തെയും, വാമേ ഇതരകരെ അത് ഓപ്പോസിറ്റ് വലത്തെ കൈ കൊണ്ട് വേണുവും കൈക്കൊണ്ട് കോമള ഗാനവും ചെയ്തോരനന്തരം കൃഷ്ണരൂപ അമൃതം കണ്ടു നേത്രങ്ങളും കൃഷ്ണന്റെ വേണുനാഥം കൊണ്ട് ശ്രോത്രവും ചിത്തവും നിശ്ചലമായി ഗോവൃന്ദങ്ങൾ അത്തലേതും മനസ്സിങ്കൽ അറിഞ്ഞില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന സർവ്വ പശുക്കൾക്കാണ് ആനന്ദം. പശുക്കളും ഗോപന്മാരും നാരിമാരും ഒന്നും ഭഗവാന്റെ കോമള ഗാനം കേട്ടപ്പോൾ കൃഷ്ണരൂപ അമൃതം കണ്ട് ഭഗവാന്റെ അമൃതമായിരിക്കുന്ന രൂപവും ആ ഗാനവും എല്ലാം കണ്ട് നേത്രങ്ങൾ എല്ലാവരുടെയും കണ്ണുകൾക്ക് കൃഷ്ണൻ്റെ വേണുനാദം കൊണ്ട് കണ്ണിനും ശ്രോത്രം ചെവിക്കും ചിത്തം മനസ്സും നിശ്ചലമായി. ഗോവൃന്ദങ്ങൾ അത്തലേതും മനസ്സെങ്കിലും അറിഞ്ഞില്ല. ഒരു പശുക്കളാവട്ടെ മനുഷ്യരാവട്ടെ ആരും ഒരു വിഷമോ അറിഞ്ഞില്ല. ഭഗവാന്റെ സുന്ദരമായ ആ രൂപവും ഭഗവാന്റെ വേണുനാദവും പിന്നെയോ ഇതെല്ലാം അതായത് ആ ഭഗവാന്റെ രൂപവും നാദവും എല്ലാം എങ്ങനെ എല്ലാവരുടെയും ശ്രോത്രത്തിൽ ചെവിയിലും കണ്ണുകൾക്ക് നേത്രങ്ങൾക്ക് ആനന്ദവും ചിത്തത്ത് മനസ്സിന് എല്ലാം നിശ്ചലമാക്കി. എന്തെങ്കിലും വിഷമം അറിഞ്ഞോ? ഗോവൃന്ദങ്ങൾ അത്തലേതും മനസ്സെങ്കിലും അറിഞ്ഞില്ല. ഒരു വിഷമവും ഉള്ളിൽ ആർക്കും ഉണ്ടായില്ല. ബാലൻ ചെറിയ കുട പിടിച്ചിടുന്ന പോലെയും കൂൺകുട ചൂടിയ പോലെയും. അത് ഭഗവാൻ ഒരു കുഞ്ഞു കുട്ടിയല്ലേ കണ്ണൻ? ഭഗവാൻ ഭഗവാനൊരു ചെറിയൊരു കുട പിടിച്ചതുപോലെ ഉള്ളൂ. നമ്മളൊരു ചെറിയ കുട പിടിച്ചാൽ എന്താണ്? അതുപോലെ കൃഷ്ണൻ്റെ ഒരു വിരലിൽ ഇങ്ങനെ പർവ്വതത്തെ പൊക്കുമ്പോൾ ഒരു കുഞ്ഞു കുട പിടിച്ച് നിൽക്കുന്നത് പോലെയുണ്ട്. എന്തെങ്കിലും നമുക്കൊരു പർവ്വതമാണെന്ന് നമുക്കല്ലേ അറിയൂ. ഭഗവാൻ ഒരു വിഷമവും ഇല്ലാതെ അത്രമാത്രം ഒരു ലാഘവത്തോടുകൂടി ഭഗവാൻ അവിടെ ഒരു കുട്ടി ചെറിയ ഒരു കുട പിടിച്ചിടുന്ന പോലെയും കൂൺകുട ചൂടിയ പോലെയും ഒരു കൂൺകുട കുമ്പളകണാന്നോ ഒരു കൊച്ചെന്തോ അത് ചൂടിയ പോലെയും. എന്നിട്ട് 7 ലോകാത്മാ വിരാട് പുമാൻ. ഭഗവാൻ ആരാണ്? വിരാട് പുമാൻ 14 ലോകത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ പരമേശ്വരൻ നാരായണൻ വിരാട് പുമാനാണിത്. ഒരു പർവ്വതത്തെ എടുത്ത് ഒരു കൈ കൊണ്ട് പൊക്കിയപ്പോൾ ഒരു വിരലുകൊണ്ട് പൊക്കിയപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ഒരു കൊച്ചു കുട പിടിച്ച് ഒരു കൊച്ചു കുട്ടി ഒരു കൊച്ചു കുട പിടിച്ച് നിൽക്കുന്നത് പോലെ ഉള്ളു ഭഗവാൻ. അത് എന്താ കാരണം? ലോകം മൊത്തം ഭഗവാൻ പ്രളയമൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് വഹിക്കുന്ന ആളാണ്. എന്തെങ്കിലും വിഷമമുണ്ടോ ഭഗവാന്? അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാനെ അത്രത്തോളം പിടിച്ചോളൂ. നമുക്ക് മനസ്സിലാവുമ്പം അത് അറിയാം.
നമുക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാകുമ്പോൾ അയ്യോ ഭഗവാൻ നേരത്തെ ഇതിന് പറ്റിയില്ലല്ലോ, നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഭഗവാനെ നേരത്തെ കൂട്ടി ഇത് മനസ്സിലാക്കി നമ്മൾ പ്രയത്നിക്കൂ, ഈശ്വരനെ നമ്മൾ ഉള്ളിലാക്കൂ. അതുകൊണ്ട് ബാലൻ ചെറിയ കുട പിടിച്ചിടുന്ന പോലെയും കൂൺകുട ചൂടിയ പോലെയും 7 രണ്ടായ ലോകാത്മാ വിരാട് പുമാൻ 7 ദിനം ഒരുപോലെ നിന്നിടിനാൻ. ഭഗവാൻ 7 ദിവസം രായും പകലും ഒരുപോലെ തന്നെ, ഒരു കയ്യിൽ വേണുനാഥം കൊണ്ടും ഒരു കയ്യിൽ പർവ്വതം പിടിച്ചും രാത്രിയും പകലും ഒരുപോലെ നിന്ന പരമാത്മാവ്. നമുക്കിത് എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ 7 ദിനം 7 രണ്ടായ ലോകാത്മാ, ഈ 7 14 ലോകത്തിനും പരമാത്മാവായിരിക്കുന്ന വിരാട് പുമാൻ 7 ദിനം ഒരുപോലെ ഭഗവാൻ ഇവിടെ നിന്നു. ഈ കുടയും പിടിച്ച് വേണുനാഥവുമായിട്ട് നിന്നു. ആഴിയിൽ താഴുന്ന പർവ്വതം പണ്ടിവൻ താഴാതെ പൃഷ്ഠേ ധരിച്ചു കമഠമായി. കാരണം പാലാഴി മഥനത്തിന് ഭഗവാൻ മന്ദരപർവ്വതം താഴേക്ക് പോയപ്പോൾ ആ പർവ്വതത്തെ എങ്ങനെ പൃഷ്ഠേ ധരിച്ചു കമഠമായി, അതായത് ആമയായി നിന്ന്, അതിൻ്റെ തോടായ ഭയങ്കര കട്ടി തോടല്ലേ, അപ്പം കമഠമായി നിന്നുകൊണ്ട് അതിൻ്റെ മുതുകിൽ ഈ മന്ദരപർവ്വതത്തെ നിർത്തി ലംബമായി മുകളിലേക്ക് നിർത്തി താഴേക്ക് താണു പോകാതെ. ആഴിവർണ്ണൻ ഇവന് ചെയ്തത് ഓർക്കിൽ ഇന്നാഴിമാതിൻ പതിമായമിതൊക്കെയും. അതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മായയാണിതെല്ലാം. ആഴിവർണ്ണൻ ഈ പരമാത്മാവായ കൃഷ്ണൻ ഈ ചെയ്തതൊക്കെ ഓർത്താൽ ആഴിമാതിൻ പതി, അതായത് ഭഗവാൻ മഹാവിഷ്ണു, ഭഗവാന്റെ മായ ആണിതൊക്കെയും. മേഘങ്ങൾ മാനവും കെട്ടു നിന്നിടിനാൻ ആഹണ്ഡലൻ വന്നു നോക്കിനാൻ ഊഴിയിൽ. ഈ മേഘങ്ങളെല്ലാം നാണം കെട്ടുപോയി. മഴ 7 ദിവസം ഒരുപോലെ രായും പകൽ നിന്നിട്ടും ആ ഭൂമിയിൽ വെള്ളമില്ല. ഇതെല്ലാം ഭഗവാന്റെ മായ. അപ്പോൾ ഈ മേഘങ്ങൾക്ക് നാണമായി. മേഘങ്ങൾ മാനവും കെട്ടു നിന്നിടിനാൻ ആഖണ്ഡലൻ വന്നു നോക്കിനാൻ ഊഴിയിൽ. ഈ ആഖണ്ഡലൻ ഈ ബ്രഹ്മാവ് അല്ല, എന്തോ അല്ല പേര്, ഇന്ദ്രൻ തന്നെയാണെന്ന് തോന്നുന്നു. ആഖണ്ഡലൻ വന്ന് വേറെ ആരാ വന്ന് നോക്കുന്നത്? നാണം കെട്ട് മേഘങ്ങൾ അങ്ങനെ പോയി വന്ന് നോക്കുന്നു. എന്താ മേഘങ്ങൾ നാണം കെടാൻ കാരണം എന്ന് നോക്കാൻ വന്നപ്പോൾ ഊഴിയിൽ ഈ ആഖണ്ഡലൻ വന്ന്, അത് ഇന്ദ്രൻ വന്ന് നോക്കി ഊഴിയിൽ ഭൂമിയിൽ നോക്കിയപ്പോൾ 7 അഹോരാത്രം അതിവർഷമായിട്ട് ഊഴിയിലില്ല ജലമെന്ന് കാണുകയാൽ 7 അഹോരാത്രം, രാത്രിയും പകലിലാണ് 7 ദിവസം എന്ന് വെച്ചാൽ ഫുള്ള്, രായും പകലും 7 ദിവസം അതിവർഷവും ഇടിയും മിന്നലൊക്കെ ആയിട്ടും ഊഴിയിൽ ഭൂമിയിൽ ജലം ഇല്ല, ഊഴിയിലില്ല. എന്താ ജലം എന്ന് കണ്ടു ഈ ഇന്ദ്രൻ. അപ്പോൾ എന്തു വന്നു? നാഗാധിപനുള്ള ദർപ്പം ഉപേക്ഷിച്ചു പോകുന്ന മേഘങ്ങളെ നിയോഗിച്ചു. ഈ ആഖണ്ഡലനായ ഈ നാഗാധിപൻ വെച്ചാൽ സ്വർഗമാണ് നാഗം, അധിപനാരാ ഇന്ദ്രൻ, ഇന്ദ്രൻ ദേവേന്ദ്രൻ വന്ന് നോക്കി. ആഖണ്ഡലൻ വന്ന് നോക്കിനാൻ ഊഴിയിൽ. ഇത്രയും മഴ പെയ്തിട്ട് ഭൂമിയിലേക്ക് വന്ന് നോക്കിയപ്പം ഭൂമിയിലെങ്ങും മഴത്തുള്ള വെള്ളം പോലും കാണുന്നില്ല. പ്രളയം വന്ന് എല്ലാത്തിനും നശിപ്പിക്കാൻ ഒഴുകിയത് ഇന്ദ്രനാ. നോക്കിയപ്പോൾ അവിടെ എങ്ങും ഒന്നുമില്ല. 7 ദിവസം ഒരുപോലെ മഴ നിന്നിട്ട് ഊഴിയിൽ ജലം ഇല്ലെന്ന് കണ്ടതുകൊണ്ട് നാഗാധിപൻ, ഈ ഇന്ദ്രൻ്റെ അധിപൻ എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ അധിപനാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ്റെ ദർപ്പം ഉപേക്ഷിച്ചു. അപ്പോൾ അവൻ്റെ അഹങ്കാരം, ഞാൻ അവനെന്നൊക്കെ പറയുന്നത് ഇത്ര ധിക്കാരം കാണിക്കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇന്ദ്രനെ. അപ്പോൾ ഭൂമിയിൽ വന്ന് നോക്കിയപ്പോൾ നാണം കെട്ട് പോയപ്പം നാഗാധിപൻ്റെ ദർപ്പം എല്ലാം അങ്ങ് കളഞ്ഞു. ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? പോകുന്ന മേഘങ്ങളെ നിയോഗിച്ചതു. മേഘങ്ങളെ നിങ്ങൾ പോയിക്കൊള്ളൂ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നാണം കെട്ട് ദേഷ്യങ്ങളും അഹങ്കാരമൊക്കെ അങ്ങ് പോയി ഇന്ദ്രൻ അങ്ങ് താഴേക്ക് വന്നു. കാരണം ഒരു രക്ഷയുണ്ടായില്ല. ഭഗവാനോടാണോ കളി? ദേവദേവൻ തൻ്റെ മായകൾ ഓർത്തോർത്ത് ദേവേന്ദ്രനും ലജ്ജയാ മരുവീടിനാൻ. ഭഗവാൻ പരമാത്മാവായ ഭഗവാൻ ദേവൻ്റെയും ദേവനായ ഭഗവാനെ മായകളെല്ലാം ഇത് ഓർത്ത്, ഈ പരമാത്മാവായ നാരായണൻ്റെ മായ ഈ ഇന്ദ്രൻ ഓർത്ത് ദേവേന്ദ്രൻ ലജ്ജ തോന്നി. ലജ്ജയാ മരുവീടിനാൻ. വ്യോമനി തെളിഞ്ഞു വിളങ്ങിനാൻ ഭാസ്കരൻ പേമഴ പോയി പുറത്തു വന്നിടിനാൻ. വ്യോമനി ആകാശം പിന്നെ എന്തു വന്ന്? മേഘങ്ങളെല്ലാം പോയപ്പോൾ 7 ദിവസവും രായും പകലും പെയ്തിട്ടും യാതൊരു ഫലമില്ലെന്നായപ്പം നാണിച്ചു നിന്ന മേഘങ്ങളോട് ഇന്ദ്രൻ പറഞ്ഞു പൊയ്ക്കൊള്ളൂ. എന്നിട്ട് ഇവൻ്റെ അഹങ്കാരമൊക്കെ മാറ്റിയിട്ട് ആകാശം അപ്പോഴേക്ക് എന്ത് വന്നു? തെളിഞ്ഞു വിളങ്ങി. അപ്പോൾ ഭാസ്കരൻ്റെ പ്രകാശം, മേഘങ്ങൾ പോയപ്പോൾ പ്രകാശം വന്നു, തെളിഞ്ഞു വിളങ്ങി ആദിത്യൻ. അന്നേരം പേമഴയെല്ലാം പോയി. അതിഭയങ്കരമായ ഘോരമായ പേമഴ വെച്ചാൽ എടുത്ത മഴയാണല്ലോ പേമാരി എന്ന് പറയുന്നത്. പേമഴ പോയി പുറത്തു വന്നിടുവിൻ നല്ല സുഖമായി തല്ലലിനിയില്ല. ഭഗവാൻ പറഞ്ഞു ഇനി പേമഴയെല്ലാം പോയി, നിങ്ങളെല്ലാം ഇനി പുറത്തേക്ക് വരൂ. ഈ പർവ്വതത്തിനകത്ത് നിൽക്കുകയല്ലയോ, കുടയ്ക്കകത്ത് നിൽക്കുകയല്ലേ.
അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും പുറത്തു വരൂ, മേഘങ്ങളൊക്കെ പോയി, മഴയെല്ലാം മാറി, ആകാശം തെളിഞ്ഞു, നിങ്ങളെല്ലാം ഇനി നല്ല സുഖമായി, അല്ലൽ ഇനിയില്ല, ഇനി നിങ്ങൾക്കൊന്നും വിഷമമില്ല, സുഖമായി നിങ്ങൾക്കെല്ലാം പുറത്തു വരാം എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല സുഖമായത് അല്ലലിനിയില്ല തെല്ലും എന്നങ്ങ് അരുൾ ചെയ്തതു കേശവൻ. തെല്ലും നിങ്ങൾ വിഷമിക്കണ്ട, അല്പം പോലും പ്രയാസം വേണ്ട, നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ പുറത്തു വരൂ. പേമഴയെല്ലാം പോയി പ്രകാശമായി ആദിത്യനെ കണ്ടു, ഒരു വിഷമവും ഒരു തെല്ല് പോലും നിങ്ങൾ വിഷമിക്കണ്ട എന്ന് കേശവൻ പറഞ്ഞു. ഭഗവാൻ കൃഷ്ണനാണ് കേശവൻ. നന്ദനും നന്ദിനിയാദി ഗോവൃന്ദവും വന്ദിച്ചു പിന്നെ പുറത്തു പോന്നിടിനാർ. ഭഗവാനും നന്ദിനിയാദി വെച്ചാൽ നന്ദൻ വെച്ചാൽ നന്ദഗോപരും, നന്ദിനിയാദി സ്ത്രീ പിന്നെന്താ നന്ദിനി എന്ന് വെച്ചാൽ യശോദ ഭാര്യ, നന്ദൻ്റെ ഭാര്യ, നന്ദനും ഭാര്യ യശോദയും ഗോവൃന്ദവും വന്ദിച്ചു പിന്നെ പുറത്ത് പോകുന്നത്. എല്ലാവരും ആദ്യം വെച്ചാൽ സർവ്വപേരും, അവിടെ മൊത്തം അങ്ങ് മഴയല്ലേ, അപ്പോൾ എല്ലാവരെയും പിടിച്ച് നിർത്തിയില്ലേ ഭഗവാൻ. പേമാരി വന്നപ്പോൾ അതുകൊണ്ട് ഈ സർവ്വപേരും പുറത്ത് വന്ന് സുഖമായി കഴിയൂ, ഒരു വിഷമവും ഇല്ല. അപ്പോൾ നന്ദനും നന്ദിനിയാദി ഗോവൃന്ദവും വന്ദിച്ചു പിന്നെ പുറത്തു പോകുന്നു. എല്ലാവരും ഭഗവാനെ വന്ദിച്ചിട്ട് പുറത്തു വന്നു. കല്യാണരൂപി യോഗേശ്വരൻ ഈശ്വരൻ മെല്ലെ ഗിരീന്ദ്രനെ താഴത്തു വച്ചിതു. ഭഗവാൻ കല്യാണരൂപി മംഗളകരമായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? യോഗേശ്വരൻ ഈശ്വരൻ, യോഗത്തിനും യോഗേശ്വരൻ അത്രത്തോളം യോഗന്മാർക്കും യോഗീശ്വരനായിരിക്കുന്ന ഭഗവാൻ കല്യാണരൂപി മെല്ലെ പതുക്കെ ഗിരീന്ദ്രനെ, ഈ പർവ്വതത്തെ എല്ലാവരും വെളിയിലേക്ക് പോയപ്പോൾ ഭഗവാൻ പതുക്കെ ആ പർവ്വതത്തെ താഴത്ത് വച്ചു പഴയതുപോലെ. അങ്ങനെ നന്ദനും നന്ദിനി രോഹിണി രാമനും നന്ദാത്മജനെ പുണർന്നു തലോടിനാൻ. അങ്ങനെ ഭഗവാനെ ഈ നന്ദഗോപരും യശോദയും രോഹിണി രാമനും എന്ത് ചെയ്തു? നന്ദാത്മജനെ കൃഷ്ണനെ പുണർന്നു തലോടിനാർ. ദേവകളൊക്കെ പൂമാല്യങ്ങൾ ഭക്ഷിച്ചു, ആവോളമൊക്കെ വന്ദിച്ച് സ്തുതിച്ച് എല്ലാം ദേവന്മാരൊക്കെ സന്തോഷമാക്കി. അത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. അഭിഷേകം എല്ലാം ഒന്നിച്ച് നമുക്ക് വായിച്ചു തീർക്കാം. ഈ പറയുന്നതുകൊണ്ട് നമുക്ക് കുറച്ചേ വായിക്കാൻ പറ്റുള്ളൂ. അതുമല്ല, എനിക്കിപ്പം രാത്രി 12 തൊട്ട് പിറ്റേന്ന് 12 മണി വരെ ഞാൻ ഫോണിലാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് നെറ്റിനൊക്കെ വളരെ ചില സമയത്ത് കാണത്തില്ല. രാത്രി 12 മണി തൊട്ട് പകൽ 12 വരെ എനിക്ക് നെറ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇടാനൊക്കെ നമുക്ക് നോക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഒന്നും നോക്കാതിരിക്കാമെങ്കിൽ 10-15 മിനിറ്റ് എനിക്ക് പകൽ ഈ ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ വേറെ ഒന്നും നോക്കിയാൽ അതിലങ്ങ് തീരും. അങ്ങനെയുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് എന്നും ഭാഗം ഇടാനും പറ്റത്തില്ല. കാരണം എല്ലാം ഇടണമല്ലോ. കാരണം എനിക്ക് വയസ്സങ്ങ് കൂടിക്കഴിഞ്ഞല്ലോ. ഞാൻ എല്ലാം കുറച്ച് ഇടാമെന്ന് കരുതിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളതിനെ എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ. നമുക്ക് നാളെ നമ്മുടേതല്ലല്ലോ. നാളെ നമുക്ക് സമയമുണ്ടോ ആളുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ളതിനെ അപ്പോഴപ്പോഴൊക്കെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കാരണം എന്നെ പല മക്കളും വിളിക്കാറുണ്ട്, അമ്മേ എന്നും ഭാഗം ഇടണേന്ന്. അങ്ങനെ ജയാനിലൊക്കെ പറയും എന്നും ഭാഗം ഇടണേ അമ്മേന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മറ്റൊന്നും എനിക്ക് ഇടാൻ പറ്റാതെ വരും. കാരണം എനിക്ക് നെറ്റ് വീട്ടിലില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ തന്നെ ചെയ്തെടുക്കണം എന്നുള്ള ചിന്തയാണ്. വീട് പണിയായതുകൊണ്ട് മോൻ്റെ വീട്ടിൽ നിന്ന് നെറ്റങ്ങ് മാറ്റിയായിരുന്നു. പിന്നെ അവർ താമസമായെങ്കിലും ഞാൻ പിന്നെ അവരോട് നെറ്റ് ആവശ്യപ്പെട്ടില്ല. കാരണം ഞാൻ അന്നോട്ട് ഞാൻ ഇങ്ങനെ ഫോണിൽ ചേർത്ത് പിന്നെ ഞാൻ എന്നാൽ അങ്ങനെ മതി. അവിടെ ഈ കുട്ടി പഠിക്കുന്നത് കൊണ്ട് നെറ്റൊക്കെ കൂടെ അങ്ങ് ഓഫ് ചെയ്ത് ഇടുന്നതുകൊണ്ടും നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം കൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് ഫോണിൽ കൂടെ എടുക്കുന്ന നെറ്റ് മതി. എനിക്ക് അല്ലാതെ ചിലവൊന്നുമില്ലല്ലോ. മക്കൾക്ക് വേണ്ടി എനിക്ക് അങ്ങനെയെങ്കിലും ഒരു ചിലവൊക്കെ ദൈവം തരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം എന്നിൽ തന്നെ അടക്കി വയ്ക്കുന്നു. ആർക്കും നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്നാണല്ലോ. അതുകൊണ്ട് എല്ലാം കൊണ്ടും അങ്ങനെ തന്നെ നിൽക്കുക. അതുകൊണ്ട് മക്കളെല്ലാവരും ക്ഷമിക്കുക. ഭാഗവതം അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇടാത്തത്. എല്ലാം കുറച്ച് ഇടുന്നത് അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. സമയം പോയി. ഹരി ഓം ഹരി ഓം ഹരി ഓം.